മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഉണ്ണി കരുണയോട് യാത്ര പറഞ്ഞ ഉണ്ണി അവിടെ നിന്ന് ഇറങ്ങാൻ ശ്രമിക്കുമ്പോൾ മോഹിനി അങ്ങോട്ട് എത്തുന്നുണ്ട്. അന്നേരം മോഹിനിയോടായിട്ട് ഉണ്ണി പറയുന്നുണ്ട്, അമ്മ ഒന്നും കൊണ്ടും വിഷമിക്കേണ്ട, എത്രയും പെട്ടെന്ന് ഏട്ടത്തി ഇവിടെ വരുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ കരുണ പറയുന്നു, തോന്നുമ്പോൾ വരുമെന്ന് ഉണ്ണിയേട്ടാന്ന് പറയാണ്. എന്താണെങ്കിലും ഈ ഓണത്തിന് വന്നില്ലെങ്കിൽ അടുത്ത ഓണത്തിലെങ്കിലും വരാതിരിക്കില്ല എന്നൊക്കെ കരുണ പറയുന്നത് കേൾക്കുമ്പോൾ മോഹിനിക്ക് ദേഷ്യം വരുന്നുണ്ട്. അന്നേരം മോഹിനി ഉണ്ണിയോടായിട്ട് പറയുന്നുണ്ട്, എന്താണെങ്കിലും എൻ്റെ മോൾക്ക് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ അതിൻ്റെ കാരണക്കാരൻ കരുണമോളുടെ അച്ഛനും മുത്തശ്ശിയും ഉണ്ണിയുടെ അമ്മാവനും എല്ലാം ആയിരിക്കുമെന്ന് മോഹിനി പറയുകയാണ്. അപ്പോൾ ഉണ്ണി പറയുന്നുണ്ട്, നടന്നത് എന്താണെന്ന് അറിയാതെ ഒന്നും പറയേണ്ട അമ്മയെന്ന് പറയുകയാണ്. എന്നിട്ട് പറയുന്നു, അങ്ങനെയാണ് എന്തെങ്കിലും ഏട്ടത്തിക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകം പോലീസ് കണ്ടുപിടിച്ചേനെ എന്നൊക്കെ ഉണ്ണി പറയുന്നുണ്ട്. അപ്പോൾ ഉണ്ണി പറയുന്നുണ്ട്, അമ്മ ഒന്നും വിചാരിക്കരുത്, എന്താണെങ്കിലും ഏട്ടത്തി ആരുടെയെങ്കിലും കൂടെ ഒളിച്ചോടി പോയിട്ടുണ്ടാവുമെന്ന് പറയുകയാണ്. അപ്പോൾ കരുണ പറയുന്നുണ്ട്, അമ്മ അങ്ങനെ പറയുമ്പോൾ ദേഷ്യപ്പെടുകയൊന്നും വേണ്ട, എന്താണെങ്കിലും കണ്ണേട്ടൻ്റെ കൂട്ടത്തിൽ പിന്നെ ഓഫീസിൽ പോയപ്പോൾ എല്ലാ കാര്യങ്ങളും അവൾ പഠിച്ചെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് അവൾക്ക് എവിടെയെങ്കിലും ബോംബെയിലോ മദ്രാസിലോ എവിടെയെങ്കിലും പോയപ്പോൾ നല്ല ജോലിയും കിട്ടിക്കാണും, അങ്ങനെ അവൾ അവിടെ സുഖമായിട്ട് കഴിയുമായിരിക്കും എന്നൊക്കെ കരുണ പറയുന്നുണ്ട്. അപ്പോൾ മോഹിനി പറയുന്നുണ്ട്, എൻ്റെ മോളെ എന്നോട് പറയാതെ അങ്ങനെ ഒന്നും ചെയ്യില്ല എന്നൊക്കെ പറയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, എന്താണെങ്കിലും എൻ്റെ മോൾക്ക് ഒന്നും സംഭവിക്കില്ല എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം, അതുകൊണ്ടാണ് എനിക്ക് ഒട്ടും സങ്കടം തോന്നാത്തത്, അത് എൻ്റെ മോൾ തിരിച്ചു വരിക തന്നെ ചെയ്യുമെന്നൊക്കെ മോഹിനി ഉറച്ച് പറയുന്നുണ്ട്. പിന്നീട് മോഹിനി പറയുന്നുണ്ട്, എൻ്റെ മോൾ തിരിച്ചു വരികയാണെങ്കിൽ നിങ്ങൾ രണ്ടുപേരും എൻ്റെ മോളോടും നല്ല സ്നേഹത്തോടും ബഹുമാനത്തോടും പെരുമാറണമെന്നൊക്കെ പറയുന്നുണ്ട്. അല്ലെങ്കിൽ എൻ്റെ മോളെ ദ്രോഹിച്ചതിന് എൻ്റെ മോളല്ല നിങ്ങൾക്ക് തിരിച്ചടി തരുന്നത്, അവൾ പ്രാർത്ഥിക്കുന്ന ദൈവങ്ങളായിരിക്കുമെന്ന് മോഹിനി പറയുന്നുണ്ട്. അപ്പോൾ കരുണ മനസ്സിൽ പറയുന്നുണ്ട്, ഒരു ദൈവങ്ങൾക്കും അവളെ തിരിച്ചു കൊണ്ടുവരാനാവില്ല, അവൾ ഈ ഭൂമിയിൽ നിന്ന് തന്നെ പോയിരിക്കുകയല്ലേ, അത് ഈ അമ്മയ്ക്കറിയില്ലല്ലോ എന്ന് മനസ്സിൽ വിചാരിച്ചുകൊണ്ട് കരുണ ചിരിക്കുന്നുണ്ട്. അങ്ങനെ ഉണ്ണി അവിടെ നിന്നും യാത്ര പറഞ്ഞ് പോവുകയാണ്. അപ്പോൾ അതിനു മുമ്പായിട്ട് ഉണ്ണിയുടെ കാറിൽ നിന്നും മാർക്കോ പെട്രോൾ ഊറ്റിയെടുത്തിട്ടുണ്ടായിരിക്കും. അങ്ങനെ ഉണ്ണി ഇതറിയാതെ വണ്ടിയെടുത്ത് പോവുകയാണ്. അങ്ങനെ പോയി ഒരു വിജനമായ സ്ഥലത്തെത്തുമ്പോഴത്തേക്കും ഉണ്ണിയുടെ കാർ നിന്ന് പോകുന്നുണ്ട്. അങ്ങനെ ഉണ്ണി എന്താണ് സംഭവിച്ചതെന്ന് അറിയാൻ വേണ്ടി കാറിൽ നിന്നും പുറത്തിറങ്ങുകയാണ്. അതേസമയം മഹാലക്ഷ്മിനെ പോലെ ഒരു പെൺകുട്ടി അവിടെ നിൽക്കുന്നു. ഉണ്ണീൻ്റെ അടുത്ത് ലിഫ്റ്റ് ചോദിക്കുന്നു. അപ്പോൾ ഉണ്ണി പറയുന്നുണ്ട്, ഞാൻ കൊണ്ടുപോകാമായിരുന്നു, പക്ഷേ എൻ്റെ കാറിൽ എന്തോ സംഭവിച്ചിട്ടുണ്ട്, ഇതെന്താണെന്ന് നോക്കുകയാണെന്നെല്ലാം പറഞ്ഞുകൊണ്ട് ഉണ്ണി കാറിൻ്റെ അടുത്ത് നിൽക്കുകയാണ്. അപ്പോഴേക്കും മഹാലക്ഷ്മി മുഖം മറിച്ചിരിക്കുന്നതുകൊണ്ട് ഉണ്ണിക്ക് ആരാ എന്താണെന്ന് മനസ്സിലായില്ല. പിന്നീട് മഹാലക്ഷ്മിയുടെ മുഖത്തു നിന്നും ഷോൾ മാറിപ്പോകുമ്പോഴത്തേക്കും ഉണ്ണി മഹാലക്ഷ്മിയുടെ മുഖം കണ്ട് പേടിച്ച് അവിടെ തന്നെ ബോധം കെട്ട് വീഴുകയാണ്. അങ്ങനെ മഹാലക്ഷ്മിയെ ഉടനെ തന്നെ മാർക്കോ അവിടെ നിന്നും ലേഖയുടെ വീട്ടിലോട്ട് കടത്തുന്നുണ്ട്. അങ്ങനെ ഉണ്ണിയുടെ മുന്നിലും മഹാലക്ഷ്മിയുടെ പ്രേതം പ്രത്യക്ഷപ്പെട്ട് കഴിഞ്ഞു. അങ്ങനെ പിന്നീട് മഹാലക്ഷ്മി പ്രത്യക്ഷപ്പെടുന്നത് പ്രതാപൻ്റെയും മുത്തശ്ശിയുടെയും മുമ്പിലായിരിക്കും. അതും കൂടെ കഴിയുമ്പോഴേക്കുമാണ് ഇവരുടെ ഈ നാടകം അവസാനിക്കുന്നത്. അങ്ങനെ പുതിയൊരു ചുവടുവെപ്പുമായി മഹാലക്ഷ്മി സീരിയൽ മുന്നോട്ട് പോവുകയാണ്. പുതിയൊരു എപ്പിസോഡിനായിട്ട് നമുക്ക് കാത്തിരിക്കാം.